കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, ഡയറക്റ്റഡ് ബൈ വെസ്റ്റ്ബോൾ. സിനിമൻ്റെ ഈ റിവ്യൂ തുടങ്ങണം മുന്നേ ആദ്യം തന്നെ പറയാനുള്ളത്, കുറേ ആൾക്കാർക്ക് അറിയില്ല ഈ ഒരു സംഭവം. അതായത് ഈ ഒരു സിനിമ ഉണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞാൽ ഈ ഫ്രാഞ്ചൈസിലുള്ള 4ാമത്തെ സിനിമയല്ല, ഇത് സത്യം പറഞ്ഞതിനിടയിൽ 10ാമത്തെ സിനിമയാണ് കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറഞ്ഞത്. ശരിക്കും ഈ ഒരു ഫ്രാഞ്ചൈസ് തുടങ്ങിയത് എന്നോ 1970 അങ്ങനെ 70s എന്തോ തുടങ്ങിയ സാധനമാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കും. പക്ഷേ അതൊന്നും കാണണമെന്നില്ല. അതിന് മുന്നത്തെ ഈ ഒരു 3 സിനിമ കണ്ടി ഇരുന്നാൽ മതി. അത് ഞാൻ എന്തുണ്ടാകുന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഉണ്ടല്ലോ, പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസ് പിന്നെ ഒരു സമയമാകുമ്പോൾ ഒറ്റക്കാവുന്നതാണ്. ഈ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസ് ഒറ്റയ്ക്ക് ആയതിനു ശേഷമാണ് റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മുതലിച്ചിട്ട് അവർ സ്റ്റാൻഡ് ലോൺ ഫ്രാഞ്ചൈസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഓവറോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും 10ാമത്തെ സിനിമയാണ്. പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസ് ഒറ്റക്കായതിനു ശേഷം ഇത് നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ 4ാമത്തെ സിനിമയാണ് ഇത് കിങ്ഡം ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്ന് പറയുന്നത്. ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞതിന് മുന്നേ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഡയറക്ടറിനെ പറ്റിയിട്ടാണ്. ഇത് ഈ മെയ്സ് റണ്ണർ ഉണ്ടല്ലോ, മെയ്സ് റണ്ണർ ഉണ്ടല്ലോ പടം, പണ്ട് ഒരു 10 കൊല്ലം മുന്നേ ഇറങ്ങിയ ഗംഭീര പടം ഉണ്ടല്ലോ മെയ്സ് റണ്ണർ എന്ന്. കാണാത്ത എന്തായാലും കണ്ടിരിക്കുക, അടിപൊളി സിനിമ എന്തായാലും പറഞ്ഞല്ലോ. അപ്പോൾ മെയ്സ് റണ്ണർ എന്ന് പറഞ്ഞ സിനിമ എടുത്ത ഡയറക്ടറാണ് ഈ ഒരു സിനിമയുടെ സംവിധായകനെ. ഗംഭീര ഡയറക്ഷൻ. അതായത് ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് കുറേ കുരങ്ങന്മാർ അങ്ങനെയാണ് സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെയാണ്. അത് ഇങ്ങനെ കുരങ്ങന്മാർ ഒരു കൂടെ ഇങ്ങനെ കയറി പോണ ഒരു സീനുണ്ട്. അവിടുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്ത് കൊണ്ടുപോണ പോലത്തെ ഒരു ഷോട്ട് ഉണ്ട്. പിന്നെ VFX കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ല, അറിയാലോ. ഇതിന് മുന്നത്തെ ഈ അറ്റ്ലീസ്റ്റ് റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടെങ്കിലും കണ്ടിട്ടുള്ള ആൾക്ക് അതിൻ്റെ VFX ക്വാളിറ്റി എന്തായാലും മനസ്സിലാവും. അതേപോലെ തന്നെ കുരങ്ങന്മാരെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ, ഇവർക്ക് കൂടുതൽ ഡബ്ബിങ്, ഇതൊക്കെ പിക്ചർ പെർഫെക്റ്റ്. അതിങ്ങനെ നന്നാക്കാനില്ല, അത് ക്വാളിറ്റിൻ്റെ അങ്ങേയറ്റാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെ, അതായത് 10-12 കൊല്ലം മുന്നേ ഇറങ്ങിയ സമയത്ത് തന്നെ ക്വാളിറ്റിൻ്റെ അങ്ങേയറ്റാണ് ഈ ഭാഗങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇതിൽ ഒരു ഹ്യൂമൻ ക്യാരക്ടർ ഉണ്ട്, എന്താ ഫ്രയ എന്നാണെന്ന് തോന്നുന്ന പേര്, ആ നടീൻ്റെ പേര്. നടീനൊക്കെ നന്നായിട്ട് അറിയാം. വിച്ചർ വെബ് സീരീസിൽ ഹെൻറി കാവിൻ്റെ ഒപ്പം പ്രിൻസസ് ആയിട്ട് അഭിനയിച്ച ആ നടിയാണെങ്കിൽ ഗംഭീരമായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ക്രിഞ്ചല്ല, അതന്നെ വലിയൊരു ഉപകാരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റൈലും ഓട്ടമുണ്ട് ഇതിൽ. എന്താ അതിനെ പറ്റി ആരും പറഞ്ഞു പറ്റില്ല, നല്ലൊരു സ്റ്റൈലും ഓട്ടമുണ്ട്. അത് കുരങ്ങന്മാരിങ്ങനെ ഈ പിടിക്കാൻ വരുന്ന സമയത്തുള്ള ഒരു ഓട്ടമുണ്ട് പൊന്നിൻ്റെ സെറ്റി. സത്യം പറയാം, നല്ല സ്റ്റൈലോടെ അഭിനയം തന്നെ, ഫുള്ള് ഒരു സ്റ്റൈലായിട്ടുള്ളൊരു അഭിനയമാണ് മുപ്പത്തേഴ് അഭിനയം. അപ്പോൾ ഞാൻ പറഞ്ഞ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, വിഷ്വൽസ് ഉണ്ട്, ഭയങ്കര ഗ്രാഫിക്സ് ഉണ്ട്, ഇതൊന്നും ഇല്ലയെന്ന് പറഞ്ഞില്ല. വലിയ സ്ക്രീനിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു. അതേപോലെ തന്നെ സിനിമ തുടങ്ങിയ പാട് നല്ലൊരു ഇതിന് മുന്നത്തെ ഒരു 3 സിനിമൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ പിടിച്ചിരുത്തി കാണിപ്പിച്ച ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ കഴിഞ്ഞ 3 സിനിമക്ക്. ആ ഒരു ക്വാളിറ്റി ഈ ഒരു സിനിമൻ്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിലും സിനിമ അങ്ങോട്ട് ഫുള്ളാണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് പോരാ പടം സത്യം പറഞ്ഞിട്ട്. അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിൽ വരുന്ന മൂവീസ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കിങ് കോങ് അല്ലെങ്കിൽ ഗോഡ്സില്ല, ഈ ഒരു ഫ്രാഞ്ചൈസില്ല, കിങ് കോങ് എക്സ് ഗോഡ്സില്ല, പിന്നെ കിങ് കോങ്ങിൻ്റെ ഗോഡ്സിലും തന്നെ സ്റ്റാൻഡ് ലോൺ ആയിട്ട് വരുന്ന മൂവീസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റൊക്കെ പേരിനൊരു സ്ക്രിപ്റ്റ് ഉള്ളൂ. അതായത് ഇവരെന്നെ മനസ്സിൽ കണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഫൈറ്റ് വേണം, അല്ലെങ്കിൽ കിങ് കോങ് ഗോഡ്സില്ല തമ്മിലുള്ള ഫൈറ്റ് വേണം, മനസ്സിലായില്ല, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വേണം. അപ്പോൾ അതിനൊരു കഥ, അത് ഫൈറ്റിൽ ഇപ്പോൾ 2 മണിക്കൂർ സിനിമ 2 മണിക്കൂർ കിങ് കോങ് ഗോഡ്സിലും കൂടെ അടിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതിനിടയിൽ വരുന്ന ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സ്ക്രിപ്റ്റാണ് ആ ഫ്രാഞ്ചൈസിലൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത്, അതായത് ആ ഫ്രാഞ്ചൈസിൽ അങ്ങനെ വരാനുള്ള കാരണം അതിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ ആക്ഷൻ സീക്വൻസും അല്ലെങ്കിൽ മാസ് സീനുകളൊക്കെയാണ്. പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസിൽ അത് പല ഫ്രാഞ്ചൈസിലും അത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ കോർ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റാണ്, ഇതിൻ്റെ കഥയാണ്. റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് അത്രയധികം നമുക്ക് ഇമോഷണലി കണക്ട് ആവാനൊക്കെ സഹായിക്കുന്നത് ഇതിൻ്റെ ഗംഭീര സ്ക്രിപ്റ്റാണ്. സെക്കൻഡ് പാർട്ടും അതെ, തേർഡ് പാർട്ടും അതെ. എനിക്കിത് 3 ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫസ്റ്റും സെക്കൻഡും തേർഡും. പക്ഷേ ഫോർത്തിലേക്ക് കണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നമാണോ അതല്ലെങ്കിൽ വലിച്ചു നീട്ടിയപ്പോൾ വന്ന പ്രശ്നമാണെന്നുള്ള അറിയില്ല. ഒരു സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സിനിമേൻ്റെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ആ ഒരു പിടിച്ചിരുത്തുന്ന സംഭവം മൊത്തം അങ്ങോട്ട് പോയി. ശരിയാണ്, എടുത്ത് പറയാൻ ചില നല്ല സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നോവ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട്, മെയിൻ ക്യാരക്ടറാണ് ഇതിൻ്റെ. ആ ക്യാരക്ടറിൻ്റെ കയ്യുമ്മൽ വന്ന് ഒരു പരുന്തൊക്കെ വന്നിരിക്കണോ സീൻ, അതൊക്കെ ഗൂസ് ബംസ് വരുന്ന സീനായിരുന്നു അതൊക്കെ. പക്ഷേ അതൊക്കെ തന്നെ ഉള്ളൂ, മനസ്സിലായില്ല. അത് അങ്ങനത്തെ ഒരു 2-3 സീനുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് ഇതിട്ട് വലിച്ചു നീട്ടൽ തന്നെയാണ്, വലിച്ചു നീട്ടി ഇങ്ങനെ പോവാണ്. പല ഭാഗങ്ങളും ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ പറഞ്ഞ സിനിമ ഉടനീളം വലിച്ചു നീട്ടലാണെന്നല്ല, പക്ഷെ പല ഭാഗങ്ങളും ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ടാണ് സിനിമ പോണത്. പിന്നെ അറിയാമല്ലോ അതിൻ്റെ എന്താ പറയുക, സീസർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ അന്നുണ്ട് ആ ഒരു സമയത്തുണ്ടായിരുന്ന ക്യാരക്ടേഴ്സും അവിടുന്ന് ആ ഒരു കാലഘട്ടം, ഇതിൻ്റെ തേർഡ് പാർട്ടിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഏകദേശം 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ആ പുതിയ ക്യാരക്ടേഴ്സാണ്, ശരിക്കും ഇത് റീബൂട്ടാണ്, ഫ്രാഞ്ചൈസിൻ്റെ റീസ്റ്റാർട്ടാണ്. കാരണം പുതിയ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരികയാണ്. പക്ഷെ അവിടെയൊക്കെ മിസ്സിങ് ആണ് സീസറിനെ പോലത്തെ ഒരു ക്യാരക്ടറാണ്, മനസ്സിലായി. ഇതിലൊരു നോവ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കുരങ്ങനാണ്. പക്ഷെ അവിടെയൊക്കെ ഈ മിസ്സായി കിടക്കുന്നത് സീസറിനെ പോലത്തെ. അപ്പോഴാണ് സീസർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു വില അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പറയാം, എന്താ ഇത് പുതിയതായിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്
സിനിമയിൽ സീസർ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് ആദ്യമായിട്ട് തന്നെയാണ് നമ്മളെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതിന് ബോറടി അതിനെന്തെങ്കിലും വലിച്ചുവിട്ടൽ എവിടെയും ഫീൽ ചെയ്തിരുന്ന എനിക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഹാഫ് ഇതിൽ വെറുതെ തിയേറ്ററിൽ നിർത്തലാണല്ലോ സിനിമ. അത് പല തിയേറ്ററിലും പല സമയത്തും നിർത്തുക. അപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിലുള്ള ഫസ്റ്റ് ഹാഫിൽ ആ ഫസ്റ്റ് ഹാഫ് കഴിക്കുന്ന സമയത്തൊക്കെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട്, അതൊക്കെ കണക്ട് ആയിട്ടുണ്ട്. പക്ഷേ അതാണ് പ്രശ്നം, ഇങ്ങനെ ഈ 2-3 സീനുകൾ എടുത്ത് പറയാനുള്ളൂ. പക്ഷെ അതാണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത്രത്തോളം അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല സിനിമയിൽ. അത് തന്നെയാണ് ഇതിൻ്റെ കോറായിട്ട് വരുന്ന സ്ക്രിപ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ല, സ്ക്രിപ്റ്റ് വീക്ക് ആയതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് വലിച്ചു നീട്ടലിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ എന്തോ ഈ സിനിമയിൽ സംഭവിച്ചിരിക്കണേ, ഇതിന് മുന്നേ സംഭവിക്കുക. പക്ഷേ എന്നാലും ഈ സിനിമൻ്റെ ആയിട്ട് ഫ്രാഞ്ചൈസിൻ്റെ ഭാവി സെറ്റാണ്, ഈ ഡയറക്ടറിൻ്റെ കയ്യിൽ സെറ്റാണ്. ഡയറക്ടറിൻ്റെ കഴിവിനൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഡയറക്ടർ അവിടെ ഹൈ ലെവൽ മേക്കിങ്ങും അത് ഗംഭീര ഷോട്ടുകളൊക്കെ വരുന്ന സമയത്തും ആ സ്ക്രിപ്റ്റ് അതിനനുസരിച്ച് നിൽക്കുന്നില്ല. ഇതിന് മുന്നൊക്കെ അത് നിന്നിരുന്നു. പിന്നെ ചിലപ്പോൾ സീസറിനെ പോലത്തെ ഒരു ക്യാരക്ടർ ഇതിന് മിസ്സിങ് ആവുന്നുണ്ടാവാം, അല്ലെങ്കിൽ സീസറിന് കിട്ടി ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭീകരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ട്. ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളിവുഡിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റാണ് സീസർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. അത് ആ ഒരു ക്യാരക്ടർ ബിൽഡിങ് ഇതിൻ്റെ പകുതി പോലും തിരിഞ്ഞ നോവാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ പറയാം, ഇപ്പോൾ ഞാനന്ന് സ്റ്റാർ മൂവീസിലോ HBO-ലൊക്കെ 1 മിനിറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു സാധനം വന്നിരുന്ന അന്നൊക്കെ കണ്ടതാണ്, റൈസ് ഓഫ് ദി പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഒക്കെ. അപ്പോൾ ആ സിനിമ കാണുന്ന സമയത്ത് സീസർ, അന്ന് ഈ ഇംഗ്ലീഷ് എനിക്ക് അധികം അറിയില്ല, പക്ഷേ സീസർ എന്ന് പറഞ്ഞ ഒരു പേരിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിന്നു. സീസർ ഒരിക്കലും മറക്കാത്ത ഒരു പേരായിട്ട് അത് നിന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ നോവ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ അവർ തോന്നുന്നു പറയാൻ്റെ. കാരണം അതാണ് ആൾക്കാരെ മനസ്സിൽ ആ ക്യാരക്ടറിന് സീസറിനെ ഇടിച്ച് കയറ്റിയ പോലെ ഈ നോവ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഇടിച്ച് കയറ്റണത് നല്ല രീതിയിൽ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ പല ഭാഗങ്ങളും വേറെ രീതിയിൽ പോണേരുത്. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇമോഷണലി ഒരു കണക്ഷനും ഇല്ല. അങ്ങനെയൊക്കെ കൂടെ വേറെ തന്നെ കൊണ്ടുപോകുമ്പോഴാണ് ഈ നടി ഉണ്ടല്ലോ, ഈ നടി ഫ്രയ, അതിനൊന്നും തോന്നുന്ന പേര് തെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പോൾ ഫ്രയ എന്ന് പറഞ്ഞ ഈ നടി 37 തമ്മിലുള്ളൊക്കെ അത് ചതി പോലെ ഒരു സംഭവത്തിൽ ചെന്നെത്തുമ്പോഴൊന്നും തോന്നണില്ല. കാരണം അപ്പോഴത്തേന് ഈ സ്ക്രിപ്റ്റിലുള്ള ആൾക്കാരെ ഗ്രിപ്പ് പോയിക്കണ്. പിന്നെ നമ്മൾ ഈ സിനിമേൻ്റെ ഒരു സമയമാകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ചെയ്യടേ ഒന്ന് ചെയ്ത് തീർക്കുന്ന രീതിക്കൊക്കെ ഞാൻ പേഴ്സണലി മാറിയിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യണില്ല എന്നുള്ള ഒരു ഫീൽ എനിക്ക് ഞാൻ പേഴ്സണലി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് സ്ക്രിപ്റ്റ് ഒന്നിനൊത്ത് നിന്നില്ല. ഡയറക്ഷൻ്റെ ഒപ്പമാണ് ടോപ്പ് ക്വാളിറ്റി, വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഡയറക്ഷൻ, ഒന്നും പറയാനില്ല. നല്ല ഡയറക്ഷൻ ഉള്ളതുകൊണ്ടാണ് പൊന്നു മക്കളെ തിരങ്കിലും കാണാൻ പറ്റിയത് എനിക്ക്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിൻ്റെ VFX, ഇതിൻ്റെ ഡബ്ബിങ്, ഇതിൻ്റെ മറ്റേത് മറിച്ചത്, സിനിമാറ്റോഗ്രാഫി, അങ്ങനെ എല്ലാ സംഭവങ്ങളും, അതായത് എന്താ പറയുക, പെർഫെക്ഷൻ്റെ വാക്കിൻ്റെ അറ്റം എന്ന് പറയില്ല നമ്മൾ, ആഡംബരത്തിൻ്റെ അറ്റം റോൾസ് എന്ന് പറഞ്ഞ പോലെ നമ്മളത് പറയല്ലോ. പെർഫെക്ഷൻ്റെ അങ്ങേ അറ്റത്ത് ഇത് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതിലെ കോറായിട്ട് നിൽക്കുന്ന സ്ക്രിപ്റ്റ് പോയി. ആ സ്ക്രിപ്റ്റ് ഞാൻ പറയാം, സ്ക്രിപ്റ്റ് പോയതാണോ വലിച്ചു തൂക്കിയെടുത്ത് പോയതാണോ എന്നുള്ള അറിയില്ല. പക്ഷേ എവിടെയോ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കണക്ട് ചെയ്യേണ്ട സാധനങ്ങളൊന്നും എനിക്ക് പേഴ്സണലി കണക്ട് ആയിട്ടുണ്ടെങ്കില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ മുന്നത്തൊക്കെ ഇതിൽ നല്ല ആക്ഷൻ സീക്വൻസ്, അതായത് ഇതിലും ആക്ഷൻ സീക്വൻസ് വരുന്നിരുന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ മുന്നത്തേലൊക്കെ നല്ല കിഡിന് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. യുദ്ധം പോലൊക്കെ മാറിയിരുന്നു. ഇത് ഈ ഒരു ബിൽഡപ്പ് ഉണ്ട് ഇതിന് പേര് ഫുള്ള്. പക്ഷേ ഒന്നിനെ കൊണ്ട് എത്തുന്നില്ല, യുദ്ധം എന്നല്ല ഒന്നിനെ കൊണ്ട് എത്തുന്നില്ല. അതേപോലെ തന്നെ വലിയ ഒരു ചിമ്പാൻസി പോലത്തെ എന്തോ സാധനം ഈ നോവ എന്ന് പറഞ്ഞ കുറങ്ങനെ പിടിക്കാൻ വരുമ്പോഴൊന്നും പിടിക്കാൻ എന്നിട്ട് കാട്ടുന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരെ മറിച്ച് സീസർ ഇതിൻ്റെ മുന്നത്തെ സിനിമയിലൊക്കെ ആ ജയിലിൽ ആവണ സമയത്ത് സീസറെ രക്ഷപ്പെടണം എന്നുള്ള നമ്മൾ തന്നെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കും. മനസ്സിലായില്ല, അതാണ് ഇതിൻ്റെ മുന്നത്തെ സിനിമകളും ഈ ഒരു സിനിമയും തമ്മിലുള്ള വ്യത്യാസം. പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് വേറെ ഡയറക്ടറാണ്, റോബർട്ട് വൈറ്റ് അങ്ങനെ എന്തോ ഒരാളാണ് എടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെയുള്ള 2 മാട്രിക്സ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇത് ഈ ഒരു സിനിമ വേറെ ആൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുന്നത്തെ ഡയറക്ടർ, ഈ 2 ഡയറക്ടർമാർ വേണ്ട സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് വൈസ്, പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് വൈസ്. അതേപോലെ തന്നെ പിന്നെ സിനിമാറ്റോഗ്രാഫി, അതൊക്കെ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, VFX, ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഫ്രാഞ്ചൈസിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് പോയി. ചിലപ്പോൾ ഡയറക്ടറിന് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും, അത് ഡയറക്ടറിൻ്റെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ വിഷ്വൽസോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ, കേൾക്കാനോ കാണാനോ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ നിങ്ങൾക്ക് പോയി കാണാം. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും പോയി കാണാം. ഞാൻ ഈ VFX കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമക്ക് പോകില്ല. പക്ഷേ നിങ്ങളങ്ങനെ പോകുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ എല്ലാന്നുണ്ടെങ്കിലും സിനിമ ഒന്ന് പോയി കണ്ടിരിക്കുക. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ സാധനം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു സംഭവം കൂടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സിനിമ എന്നത് നന്നാവുമ്പോഴാണ് ആ സാധനം നന്നാവുക. മനസ്സിലായില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ മങ്കി മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പേരിനൊരു സ്ക്രിപ്റ്റാണ്, അത് അതിൻ്റെ കോർ എന്ന് പറഞ്ഞ ആക്ഷൻ, ആ ആക്ഷന് കൊള്ളായ അങ്ങനെ ഉണ്ടാവും മങ്കി മാൻ. അതുപോലെ തന്നെ കിങ് കോങ് വേഴ്സസ് ഗോഡ്സിൻ്റെ സിനിമ എടുക്കുക, അത് കിങ് കോങ് ഗോഡ്സിൻ്റെ തമ്മിലൊന്നുമില്ല, സിനിമയുടെ പേര് കിങ് കോങ് വേഴ്സസ് ഗോഡ്സില്ലായിരുന്നു. അപ്പോൾ സിനിമേൻ്റെ അവസ്ഥ എന്താവും? അതേപോലത്തെ ഒരു അവസ്ഥയാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് മറ്റേ മലങ്കാലത്താണെന്നല്ല പറയുന്നത്, എനിക്ക് ഇത് പോരാ പടം. മനസ്സിലായി. ഇതിൻ്റെ മുന്നത്തെ ഇനിയിപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഈ നോവ എന്ന് പറഞ്ഞ ക്യാരക്ടർ സീസണിൻ്റെ അപ്പുറത്തേക്ക് പോകും. ചിലപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടി ഈ പറഞ്ഞ 4 മൂവീസിലും കട്ടത്തി പൊട്ടിച്ചിട്ടാവും ചിലപ്പോൾ എത്തുക, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ മൂവി സോ ഫാർ ഈ ഒരൊറ്റ മൂവി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോരാ, ഞാൻ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണാം, അതൊരു കാര്യം.
കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഇസ് സക്കി ടോക്സ് സൈനിങ് ഔട്ട്.